സ്കൂളിൽ നിന്ന് തന്നെയാ. എന്താടി ഇത്? ഇത് നോമ്പിന് റമദാനായതുകൊണ്ട് ഇന്ന് സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും നോമ്പുതുറയായിരുന്നു കേട്ടോ. സ്കൂൾ നേരത്തെ വിടുമല്ലോ, അതുകൊണ്ട് തന്നെ ഓരോ കുട്ടിക്കും കഴിക്കാനുള്ളത് അവരുടെ കയ്യിൽ പാഴ്സലായിട്ട് കൊടുത്തു വിടുമായിരുന്നു കേട്ടോ. 2 പൊറോട്ടയും ഒരു ചിക്കൻ കറിയായിരുന്നു കേട്ടോ പൊതിക്കകത്തുണ്ടായിരുന്നത്. സ്കൂളിൽ നിന്ന് ഇങ്ങനെ ഒരു പൊതി കിട്ടുമ്പോൾ തന്നെ കുട്ടികൾക്ക് സന്തോഷമല്ലേ? തീർച്ചയായിട്ടും സന്തോഷം തന്നെയായിരിക്കും. അത് എങ്ങനെ എത്ര നേരം കയ്യിൽ വെച്ച് 2 മണിക്കൂറെങ്കിലും ഒരു സ്കൂൾ വിടുന്നത് വരെ എങ്ങനെ കയ്യിൽ വെച്ച് സഹിച്ച് ക്ഷമിച്ചിരുന്നു എന്നുള്ള കാര്യത്തിലാണ് ഇപ്പം എനിക്ക് സംശയം കേട്ടോ. അതങ്ങനെ ഇവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. പതിവ് പോലെ തന്നെ ഇന്ന് കുറച്ച് വൈകി കേട്ടോ അടുക്കള കയറിയത്. ചിക്കൻ കറി വെക്കാനുള്ള ചിക്കൻ ഒന്ന് വറുത്തെടുക്കുവാണേ. ഇന്ന് നോമ്പിന് കാര്യമായിട്ട് ക്ഷീണമൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ വെയിലില്ല, നല്ല മൂടി കിടക്കുക, മഴയും ചെറുതായിട്ട് ചാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നോമ്പിന് അധികം ദാഹം എന്ന് പറയാനുള്ളതൊന്നുമില്ല. അങ്ങനെ അൽഹംദുലില്ലാ. എന്ത് ദാഹം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജ്യൂസ് മസ്റ്റാണല്ലോ അല്ലേ? ഇന്ന് നമ്മളൊന്ന് മാറ്റി പിടിച്ച് പൈനാപ്പിളിലേക്കായി കേട്ടോ. പൈനാപ്പിളിൻ്റെ അതൊന്ന് മുറിച്ചെടുക്കാമെന്ന് ഓർത്ത് ഇങ്ങനെ ഇങ്ങനെ എടുക്കാമല്ലോ. പലപ്പോഴും ഞാൻ അങ്ങനെ ഒടിച്ചെടുത്തിട്ടുണ്ട്. ഇന്ന് എനിക്ക് പാളിപ്പോയി ഒളിച്ചെടുക്കാൻ കിട്ടിയില്ല കേട്ടോ. എങ്ങിരുന്നാലും സാരമില്ല. ഇന്ന് നമുക്ക് കത്തി തന്നെ ശരണം. കത്തി കൊണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ. ഭയങ്കര ബലമായിരുന്നു. നോമ്പിരുന്നുകൊണ്ടാണോ എന്നറിയില്ല. അതാവാൻ വഴിയില്ല. അങ്ങനെ പൈനാപ്പിളെല്ലാം തൊലിയെല്ലാം കട്ട് ചെയ്ത് മുറിച്ചെന്നെടുത്ത് മാറ്റി വെക്കുവാണേ. നമ്മൾ നേരത്തെ തന്നെ അടുക്കള കയറി ഒരുമാതിരി ധൃതിയും പടയൊന്നും ഇല്ല. നമുക്ക് കുക്ക് ചെയ്ത് മാറാം. എല്ലാം ഒന്ന് ഒതുക്കി പറക്കി വെച്ചിട്ട് നമുക്ക് മാറാമല്ലോ. ഇത് കുറച്ചെങ്ങാനും വൈകിയാണ് അടുക്കള കയറുന്നതെങ്കിൽ നമുക്ക് ഭയങ്കര ധൃതിയായിരിക്കുമല്ലോ. ഒരു പണി ചെയ്താൽ തീരില്ല, അടുത്ത പണി ചെയ്യുന്ന അങ്ങനെ പല പണികളും ഓടി നടന്ന് ചെയ്യേണ്ട ഒരവസ്ഥയല്ലേ. ഞാൻ ചിലപ്പോഴും മിക്കവാറും ദിവസങ്ങളിലെല്ലാം ഞാൻ നേരത്തെ ആട്ടോ കയറാറ്. ഇന്ന് ഇത്തിരി വൈകിപ്പോയി. സാരമില്ല, നമുക്കെല്ലാം സെറ്റാക്കാമല്ലോ. സമയമെല്ലാം ഇഷ്ടം പോലെ ഉണ്ടല്ലോ അല്ലേ? അങ്ങനെ പൈനാപ്പിളെല്ലാം കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ജ്യൂസ് അടിക്കാനുള്ളതെല്ലാം ഇട്ട് കൊടുക്കുവാണ്. ഇന്ന് പിന്നെ നെയ്ച്ചോറാണ് വെക്കുന്നത്. നെയ്ച്ചോറായതുകൊണ്ട് പൈനാപ്പിൾ ഇട്ട് എനിക്ക് നെയ്ച്ചോറ് വെക്കുന്നത് വലിയ ഇഷ്ടമാണ്. പിന്നെ സാലഡിലും പൈനാപ്പിൾ ചേർക്കുന്നതും അതും ഇഷ്ടമാണ്. പിന്നെ ജ്യൂസ് കുടിക്കാൻ പണ്ടേ ഇഷ്ടമാണല്ലോ. വെറുതെ സിമ്പിളായിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് പഞ്ചസാരയും കൂടെ ചേർത്തിട്ടൊരു സാധാ നോർമൽ ജ്യൂസാട്ടോ അടിച്ചെടുക്കുന്നത്. ഇഞ്ചിയൊന്നും ചേർക്കുന്നൊന്നുമില്ല. അങ്ങനെ പൊതുവെ അങ്ങനെ കുടിക്കുന്നതാണ് എനിക്കിഷ്ടം. എൻ്റെ ഇഷ്ടമാണ് ഞാൻ പറഞ്ഞത്. ഇഞ്ചി ചേർക്കുന്നവർക്ക് ചേർക്കാം, അത് വേറെ. അങ്ങനെ അരിച്ചൊക്കെ ഒന്ന് മാറ്റി നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ. അവിടെ ഇരുന്ന് തണുക്കട്ടെ. ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കനെല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. ചിക്കനൊന്ന് ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം. അതേ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് കറിയും കൂടെ വെച്ചെടുക്കാവേ. ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചൊന്ന് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ സവാളയും കൂടെ ചേർത്തിട്ട് സവാളയൊക്കെ വഴണ്ടി ഇട്ടാനായിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതവിടെ വരുന്ന വഴണ്ട് വരുന്ന സമയത്തിന് നമുക്ക് നെയ്ച്ചോറിനുള്ള അരി ഒന്ന് കുതിർക്കാനായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. 2 ഗ്ലാസ് അരിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതൊന്ന് വെള്ളമൊന്ന് ഒഴിച്ചൊന്ന് ഇച്ചിരി നേരം 1 അരമണിക്കൂർ ഒന്നിരിക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ സമയത്തിന് നമ്മുടെ ചിക്കൻ്റെ സവാളയെല്ലാം നന്നായിട്ട് സോഫ്റ്റായിട്ട് വഴണ്ടിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് മസാലയൊക്കെ ചേർക്കാവേ. അപ്പോൾ അതുപോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് തൈരും കൂടെ ഒന്ന് ചേർത്തേക്കാവേ. നെയ്ച്ചോറിനായതുകൊണ്ട് കുറച്ച് തൈരും കൂടെ ചേർത്തൊന്ന് അങ്ങനെ ഒരു ക്രീമിയായിട്ട് എടുക്കാനായിട്ട് ഞാൻ നോക്കുന്നത്. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകളും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മസാലയൊക്കെ എല്ലാ ചിക്കൻ പീസിലും ആകത്തൊക്കെ നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ചിക്കൻ കറി വെക്കുന്ന സമയത്തിന് ചിക്കൻ കറിയിലേക്ക് പൈനാപ്പിളിൻ്റെ പീസുകളൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. ഞാൻ ചിക്കൻ കറിക്ക് പ്രത്യേകത ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം പഞ്ചസാര, പിന്നെ കറിവേപ്പില, ആവശ്യത്തിന് മല്ലിയില, പുതിനയില ഉണ്ടെങ്കിൽ നമുക്കതും കൂടെ ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവേ. നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയത് ഇവിടെ മാറിയിരിക്കട്ടെ. ഇനി നമുക്ക് സാലഡ് ഉണ്ടാക്കാം. കനം കുറഞ്ഞിരിക്കുന്ന സവാളയും കുക്കുംബറും ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ല കേട്ടോ. ഇനി അതിലേക്ക് ഇതിലിടുക കേട്ടോ പൈനാപ്പിൾ. എനിക്കിതിലൊക്കെ പൈനാപ്പിൾ ചേർക്കുന്നത് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് കുട്ടികൾക്ക് കൂടെ വളരെ ഇഷ്ടമാണ്. പിന്നെ എരിവിന് ആവശ്യത്തിനായിട്ടുള്ള പച്ചമുളകും തൈരും ഉപ്പും കൂടെ ചേർത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കതും ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ. തണുത്തിരിക്കുമ്പോഴാണ് ടേസ്റ്റ്. ഈ സമയം നമ്മുടെ അരിയെല്ലാം നല്ല കുതിർന്ന് വന്നിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതൊന്ന് നമുക്കൊന്ന് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. ഈ ചെറിയ അരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുവേ. അതൊരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് വെള്ളമൊക്കെ വാരാനായിട്ട് വെക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ദം ചെയ്ത് വെക്കാം കേട്ടോ. പ്രത്യേകിച്ച് ഞാൻ ഒരുപാട് റെസിപ്പീസ് എല്ലാം ബിരിയാണിയുടെ അപ്ലോഡ് ചെയ്തുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് എടുത്തൊന്നും പറയുന്നില്ല. ഇതൊരു ചെറിയൊരു വ്ളോഗായിട്ട് തന്നെയാണ് എടുക്കുന്നത്, അല്ലാതെ റെസിപ്പി വീഡിയോ അല്ല കേട്ടോ. പണിയൊക്കെ കഴിഞ്ഞൊന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് എൻ്റെ മോള് അവിടെ ഇരുന്ന് കൂട്ടുകാരിക്ക് നേരം പോകാൻ വേണ്ടിയിട്ട് മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ അവരോടും കുറച്ച് നേരം സംസാരിച്ചിരുന്നു. അപ്പോൾ എന്തായാലും ഒരു 5:30 സമയമായിട്ടോ ഈ സമയം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക്